ഓണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരുമല്ലേ. അന്ന് നമ്മൾ പറയും അന്നത്തെ ഓണമായിരുന്നു ഓണമെന്ന്. പക്ഷേ നമ്മുടെ അച്ഛനമ്മമാരും ഇത് തന്നെ പറയുന്നത്, അവരുടെ കുട്ടിക്കാലത്തെ ഓണമായിരുന്നു ഓണമെന്ന് പറയും. ഇനി നമ്മുടെ മക്കൾ വളർന്ന് വലുതാകുമ്പോൾ അവരും പറയും അവരുടെ കുട്ടിക്കാലത്തെ ഓണമാണ് ഓണമെന്ന്. അതായത് ഇപ്പോഴും എനിക്ക് എപ്പോഴും ഓണമെന്ന് പറഞ്ഞാൽ അത്തപ്പൂക്കളില്ലാത്തൊരു ഓണത്തിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കുട്ടിക്കാലത്ത് നമ്മൾ അടുത്തുള്ള വീട്ടിലും നമ്മുടെ പറമ്പിലും ഒക്കെ പോയി കുറേ പൂക്കൾ കൊണ്ടുവന്നല്ലേ അത്തപ്പൂ ഇടുന്നത്. ഞാൻ പോകത്തില്ല, പക്ഷേ എൻ്റെ അനിയനും കൂടെ പോയി പൂക്കളൊക്കെ പറിച്ചു കൊണ്ടുവന്ന് പൂക്കളം ഇടും. എന്നിട്ട് നമ്മുടെ അടുത്തുള്ള ക്ലബ്ബുകളിലെല്ലാം ഇഷ്ടംപോലെ പരിപാടികളാണ്. അവിടെ എല്ലാം ഓരോ ക്ലബ്ബിലെയും അത്തപ്പൂക്കള മത്സരത്തിന് എൻ്റെ അനിയത്തി കൊണ്ടുവന്ന് പേര് കൊടുത്ത് നമുക്ക് സമ്മാനമൊക്കെ കിട്ടും. അപ്പോൾ സമ്മാനം കിട്ടുമ്പം വിളിച്ച് പറയും, അത്തപ്പൂക്കള മത്സരത്തിന് അമ്പിളി ജാൻസി എൻ്റെ അനിയത്തിയുടെ പേരാണ്. വിളിച്ചു പറയുമ്പോൾ അമ്മ ചോദിക്കാൻ നീ അത്തപ്പൂക്കളം ഇട്ടോ? അപ്പോൾ അവൾ പറയും അത്തപ്പൂക്കളം ഇട്ടത് ചേച്ചിയാണെങ്കിലും ഞാനല്ലേ പൂവെല്ലാം പറിച്ചുകൊണ്ട് വന്നേ. പിന്നെയുള്ള പരിപാടികൾക്കെല്ലാം അനിയനും അനിയത്തിക്കും ആയിരിക്കും സമ്മാനം. ഏറ്റവും കൂടുതൽ സമ്മാനം കിട്ടുന്നത് അനിയനായിരിക്കും. ഏത് പരിപാടിക്ക് ചേർന്നാലും അവനാ സമ്മാനം കിട്ടുന്നത്. നീന്തൽ മത്സരം, കഴകയറ്റം, പിന്നെ തലയണയടി, കണ്ണുകെട്ടി കൊടവടി, ഉറിയടി, അങ്ങനെയുള്ള സകല പരിപാടിക്കും അവനായിരിക്കും പ്രൈസ് കിട്ടുന്നത്. കുറേ ക്ലബ്ബുകളുണ്ട്. എല്ലാ ക്ലബ്ബിലും ഓരോ ദിവസം ഓരോ ക്ലബ്ബിൽ പരിപാടി. അങ്ങനെ അവൻ കുറച്ചൊന്ന് വലുതായപ്പം അവനും നമ്മുടെ പര്യടത്തിൽ ഓണപ്പരിപാടിയൊക്കെ നടത്തി. അപ്പോൾ അവൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പോലും ഒരു സമ്മാനം കിട്ടാതെ പോകുന്നത് അവന് വിഷമം. അതുകൊണ്ട് അവനെല്ലാവർക്കും സമ്മാനം മേടിച്ച് വെച്ചേക്കും. അവന് കുറേ ട്രോഫികളാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാത്തിനും അവൻ ഓണപ്പരിപാടി ഉണ്ടോ അവൻ എല്ലാത്തിനും സമ്മാനമായിരിക്കും. അമ്മയൊക്കെ പറയുന്നത് അന്നൊക്കെ അവരുടെ കുട്ടിക്കാലത്ത് പാടത്ത് കിടക്കുന്ന നെല്ല് കൊണ്ടുവന്ന് അടിച്ച് പുഴുങ്ങി ഉണക്കി മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് അങ്ങനെ അരിയാക്കി ചോറ് വയ്ക്കും. പിന്നെ അരിയൊക്കെ നമ്മൾ ആട്ടുകല്ലിലോ ഓരലിലോ ഒക്കെ ഇട്ട് പൊടിച്ചൊക്കെ ഇരുന്നെടുക്കുന്നത്. ഇപ്പോഴത്തെ ഓണമൊക്കെ റെഡിമെയ്ഡ് അല്ലേ എന്ന് പറയും. പക്ഷേ അന്നത്തെ ഓണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടം തോന്നത്തില്ല. നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തെ ഓണം നല്ലതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നമ്മുടെ മക്കളോട് പറയുമ്പോൾ അവർ പറയും അയ്യോ അതിലും നല്ല ഓണമല്ലേ ഇപ്പോഴത്തെ ഓണമെന്ന്. അങ്ങനെ ഓണത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് മനസ്സിൽ വരുന്നത്. എപ്പോഴും കുട്ടിക്കാലമായി ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ഓണം എപ്പോഴും ഒരു സങ്കടത്തോടെ ഓർക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ മക്കൾക്ക് ഭയങ്കര സന്തോഷമല്ലേ ഓണമെന്ന് പറയുമ്പം. അപ്പം അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരണം. അപ്പം അത്രയേ ഉള്ളൂ.